പരമാവധി തെളിവുകൾ കോടതിക്ക് മുന്നിൽ എത്തിച്ചു. അതുകൊണ്ട് പരമാവധി ശിക്ഷയുണ്ടാകുമെന്ന പ്രതീക്ഷ പ്രോസിക്യൂഷനും പങ്കുവയ്ക്കുന്നു. അത് കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീ എം വിജയകുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. സാർ, ഇപ്പോൾ കോടതിക്ക് മുമ്പിലാണ് എല്ലാം ഫൈനലൈസ് ചെയ്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് പ്രോസിക്യൂഷൻ്റെ പ്രതീക്ഷ? നമ്മൾ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസും മെഡിക്കൽ എവിഡൻസും പിന്നെ ഫോറൻസിക് എവിഡൻസാണ് നമ്മൾ കോടതിയുടെ മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത്. കോടതി അത് വിശ്വസിക്കാൻ പറ്റിയ തെളിവായിട്ടാണെന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കോടതിയിൽ നിന്നും അത് വിശ്വസിച്ച് തക്കതായ ഒരു വിധി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 82 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. 4 പേർ കൂറുമാറിയില്ലേ, അതെങ്ങനെ ബാധിക്കുമെന്നാണ്? അത് കൂറുമാറി എന്ന് വെച്ചാൽ ഒരു അയാളുടെ ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയും പിന്നെ അവരുടെ തന്നെ ഒരു ഏട്ടൻ്റെ അയൽവാസിയാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിശ്വസിക്കാം അവരെന്തായാലും കൂറുമാറുമെന്നുള്ളത്. പിന്നെ അവരുടെ കൂറുമാറ്റം വലിയ കോടതി ഈ കേസിൽ വലിയ പ്രാധാന്യം ഇല്ലാത്തതാണ്. കാരണം ഒരു മൊബൈൽ സീസിങ് അങ്ങനെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ വലിയ പിന്നെ ഒരു ദൃക്സാക്ഷി പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അയാളും കൂറുമാറിയതാണ്. അയാൾ കൂറുമാറിയാലും കോടതിക്ക് മനസ്സിലാക്കാൻ പറ്റിയ രീതിക്ക് നമ്മൾ വരുത്തിയിട്ടുണ്ട്. അതായത് ഈ സംഭവം കാണാൻ എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളത് നമ്മൾ വരുത്തിയിട്ടുണ്ട്. അത് കോടതി തെളിവായിട്ട് സ്വീകരിക്കും എന്നാണ് വിശ്വാസം. സാക്ഷിമൊഴി മാറ്റുമ്പോൾ അത് കേസിനെ ബാധിക്കുന്ന തരത്തിലേക്ക് വലിയ മാറ്റങ്ങളുണ്ട്. കാരണം ഈ കേസിൽ അതിൽ കൂടാതെ ഇഷ്ടംപോലെ തെളിവുകളുണ്ട്. സാഹചര്യ തെളിവുകളും ഫോറൻസിക് മെഡിക്കൽ എവിഡൻസ് എല്ലാം പക്കാവായിട്ടുള്ളത് കൊണ്ട് അയാളുടെ കൂറുമാറ്റം ഈ കേസിന് വലുതായിട്ട് ബാധിക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത്. കേസ് നിർണായകമാകുന്നത് സയൻറ്റിഫിക് എവിഡൻസ് ആണോ? സർക്കംസ്റ്റൻസ് എവിഡൻസും സയൻറ്റിഫിക് എവിഡൻസും രണ്ടുമാണ് ഈ കേസിൽ മെയിൻ. കാരണം എല്ലാ സാക്ഷികളും അയാളെല്ലാം തൊട്ടടുത്ത് വീട്ടുകാരെ തന്നെയാണ്. അവരെല്ലാം വളരെ നന്നായി ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ കണ്ടതും അയാൾ ചെയ്തതും എല്ലാം ഭംഗിയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസും ഇതിൽ മെയിനാണ്. അതിൻ്റെ കപ്പിൾ വിത്ത് മെഡിക്കൽ എവിഡൻസും ഫോറൻസിക് എവിഡൻസും അയാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് കൂടുതൽ തെളിവാണ്. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ അവരുടെ സുധാകരൻ്റെ മകളൊക്കെ എപ്പോഴും ഭയങ്കര ഭീതിയിലാണ്. ഇതിലേക്ക് പുറത്തിറങ്ങുമ്പോൾ എന്നുള്ള ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. ഇതിൽ അത്തരത്തിലൊരു വലിയ പണിഷ്മെൻറ്റ് തന്നെയല്ലേ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ട്? പ്രോസിക്യൂഷൻ ഈ കേസിൽ ശിക്ഷിച്ചു എന്ന് കോടതി കണ്ടാൽ നമ്മൾ ആവശ്യപ്പെടുന്നത് ഡെത്ത് പെനാൽറ്റി തന്നെയാണ് ആവശ്യപ്പെടാം. കോടതി തെളിവ് സാഹചര്യവും അതിൻ്റെ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലവും നോക്കിയിട്ടാണ് ഡെത്ത് സെൻറ്റൻസ് കൊടുക്കാം. പിന്നെ ഡെത്ത് സെൻറ്റൻസിൽ മെയിനായിട്ട് നോക്കുന്നത് റീഹാബിലിറ്റേഷനോ അല്ലെങ്കിൽ വീണ്ടും വിചാരം ഉണ്ടാവോ എന്നുള്ളതെല്ലാം നോക്കണം. ഈ കേസിൽ അങ്ങനെ ഒന്നും സാധ്യതയില്ല. കാരണം ആൾറെഡി ഒരു കേസിൽ കൊലപാതകം നടത്തി ജാമ്യത്തിൽ വന്ന് ഇറങ്ങി അതേ കുടുംബത്തിലുള്ള 2 ആൾക്കാരാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം പണിഷ്മെൻറ്റ് കോടതി കൊടുക്കുന്നതാണ് വിശ്വാസം. ഈ മുൻ കേസ്, അതായത് ഇരട്ട ജീവപര്യന്തം അനുഭവിക്കുന്ന ആ കേസ് ഈ ഒരു കേസിനെ ബാധിക്കുന്നതാണോ, സ്വാധീനിക്കുന്നതാണോ? അത് കണ്ടിന്യൂഷനാണ്. അതായത് സജിതേനെ കൊന്നതിൻ്റെയും ഒരേ കാരണമാണ്, ഇവരെ 2 ആളെയും കൊന്നതിൻ്റെയും ഒരേ കാരണമാണ്. അപ്പോൾ ഈ കേസ് അതിൻ്റെ കൊണ്ട് കണ്ടിന്യൂഷനായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതുകൂടി വിധി പറയുമ്പോൾ പരിഗണിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അതിൻ്റെ വിധി പകർപ്പും കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അതും കോടതി പരിഗണിക്കുമെന്നാണ് വിശ്വാസം. എങ്കിലും ഒരു ഉചിതമായ ശിക്ഷ തന്നെ അല്ലേ? മാക്സിമം ശിക്ഷ കൊടുക്കുമെന്നാണ് പ്രോസിക്യൂഷൻ്റെ പ്രതീക്ഷ. എന്നാണെങ്കിലും പ്രോസിക്യൂഷൻ ഉറച്ച പ്രതീക്ഷയിലാണ്. കോടതിക്ക് മുമ്പാകെ എത്തിയ തെളിവുകൾ വിശ്വസിച്ച് ഏറ്റവും ഉചിതമായ ശിക്ഷ തന്നെ പ്രതിക്ക് നൽകുമെന്ന പ്രതീക്ഷയാണ് അഡ്വക്കേറ്റ് എം വിജയകുമാർ പങ്കുവയ്ക്കുന്നത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. CV അനുമോദ് തന്നെ നമുക്കൊപ്പം ഉണ്ട്. അനുമോദ്, പ്രോസിക്യൂഷൻ്റെ പ്രതീക്ഷ, ഈ കേസ് നമുക്കറിയാം പൊതുസമൂഹത്തിന് മുന്നിൽ കൊടും ക്രൂരനാണ് എന്ന് വിധി എഴുതിയതാണ് ചെന്താമരയെക്കുറിച്ച്. പക്ഷേ കോടതിക്ക് മുന്നിലെത്തുമ്പോൾ തെളിവുകളാണ് പ്രധാനം. ഇതിൽ ചില ബന്ധുക്കൾ കൂറുമാറി എന്നൊരു വെല്ലുവിളിയൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ സ്വാഭാവികമായി ആ രീതിയിൽ ഫ്രെയിം ചെയ്ത് കേസ് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണോ പ്രോസിക്യൂഷൻ പറയുന്നത്? പരമാവധി ശിക്ഷയിലേക്ക് തന്നെ എത്തും എന്ന പ്രതീക്ഷ പ്രോസിക്യൂഷൻ പങ്കുവെക്കുമ്പോൾ ഇതിൻ്റെ നിയമ സാഹചര്യങ്ങൾ എങ്ങനെയാണ്, നമ്മൾ എന്ത് പ്രതീക്ഷിക്കാം? സജിത്ത്, ഇതിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഒന്ന് സാഹചര്യ തെളിവുകൾ, 2 ശാസ്ത്രീയ തെളിവുകൾ. ഈ സാഹചര്യ തെളിവുകളുടെ കൂട്ടത്തിലാണ് ഈ സാക്ഷിമൊഴികൾ ഉൾപ്പെടുത്തുന്നത്. അതിൽ തന്നെ 82 സാക്ഷികളിൽ 4 പേരാണ് കൂറുമാറിയത്. അത് ഒന്ന് ചെന്താമരയുടെ സഹോദരൻ്റെ ഭാര്യ, പിന്നെ അവരുടെ ബന്ധുവായൊരു സ്ത്രീ, 4മതായിട്ട് പ്രധാനപ്പെട്ട ഒരു സാക്ഷി. ഈ 4മതൊരു സാക്ഷിയുടെ മൊഴിയാണ് മാറ്റം എങ്ങനെ കേസിനെ ബാധിക്കുമെന്ന ആശങ്കയുള്ളത്. അതിൽ പക്ഷേ ഈ വെട്ടേറ്റ ലക്ഷ്മി മരിച്ച് കിടക്കുന്നത്, ആ ചോരയൊലിപ്പിച്ച് കിടക്കുന്നത്
കണ്ടു എന്നായിരുന്നു ഈ സാക്ഷിയുടെ മൊഴി. അതാണ് അയാൾ മാറ്റി പറഞ്ഞത്. പക്ഷേ ഇയാൾ മൊഴി മാറ്റിയതാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഇയാൾ നുണ പറയുകയായിരുന്നു, ഈ മൊഴി മാറ്റിയതാണെന്ന് കോടതിക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്താനായി എന്നാണ് പ്രോസിക്യൂഷൻ്റെ അവകാശവാദം. മറ്റ് 2 കൂറുമാറിയ സാക്ഷികളുടെ മൊഴി ഈ കേസിനെ വല്ലാതെ ബാധിക്കുന്നതല്ല. അവർ ആദ്യമേ കൂറുമാറുമെന്ന കണക്കുകളിൽ തന്നെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളതെന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ളത് സയൻറ്റിഫിക് എവിഡൻസ് ആണ്. അതായത് ഈ കൊല ചെയ്യാൻ ഉപയോഗിച്ച കൊടുവാളിൽ അതിലെ രക്തക്കറ, അതുപോലെ തന്നെ സ്റ്റെം കോശത്തിൻ്റെ സാന്നിധ്യം, ഇതിൽ ഈ കൊല്ലപ്പെട്ടവരുടെ കോശ സാന്നിധ്യം ഈ കൊടുവാളിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ കൊല ചെയ്യാൻ ഉപയോഗിച്ചത് ഈ കൊടുവാളാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കൊടുവാൾ ചെന്താമര വാങ്ങിച്ചതാണെന്നും പണിയിപ്പിച്ചതാണെന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ അതിൻ്റെ കൂടെ തന്നെ സാക്ഷിമൊഴികളും ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഇപ്പോൾ കോടതിക്ക് മുമ്പിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുള്ളത് ഇതിൻ്റെ ഹിസ്റ്ററിയാണ്. അതായത് 2019 സജിതയെ കൊന്ന് ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷ അനുഭവിക്കുന്ന അതേ വ്യക്തി തന്നെയാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് കോടതിക്ക് മുമ്പിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതേ കോടതി തന്നെയാണ് അയാൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. അപ്പോൾ ആ കേസിൻ്റെ തുടർച്ച തന്നെയാണ്, ആ കൊലപാതകത്തിൻ്റെ തുടർച്ചയാണ് ഈ 2 കൊലപാതകവും എന്നാണ് കോടതിക്ക് മുമ്പാകെ പ്രോസിക്യൂട്ടർ സ്ഥാപിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അതായത് അന്ധവിശ്വാസിയായ ഇയാൾ തൻ്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അടുത്ത വീട്ടിലെ നീണ്ട മുടിയുള്ള ഒരു സ്ത്രീയാണെന്ന ഒരു ആളുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ആ കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നതാണ് ഈ ഒരു കേസിലേക്ക് ആധാരമായിട്ടുള്ളത്. അതിന് മുൻപത്തെ കേസും ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് കോടതിക്ക് മുമ്പിലാകെ വരും എന്നാണ്. അതായത് ഇതെല്ലാം തുടർച്ചയായിട്ടുണ്ടായതുകൊണ്ട് തന്നെ ഇയാൾ ആസൂത്രിതമായി കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണ്. അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ കോടതിക്ക് മുമ്പാകെ സാധിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ഇതിൽ മാക്സിമം ശിക്ഷ, പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്ന് ആവശ്യപ്പെടും. കാരണം ഇയാൾ മുൻപത്തെ കേസിൽ പുറത്തിറങ്ങി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് ഇയാൾ പുറത്തിറങ്ങി ഈ തുടർ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്നും ഈ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ഈ വാദഗതികൾ അംഗീകരിച്ചിട്ടുള്ളൊരു വിധി വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണ്. അതിനോടൊപ്പം തന്നെ ഈ കേസിൻ്റെ ഹിസ്റ്ററി കൂടി ഈ കേസിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതായിരിക്കും. സജിത്ത്. യെസ്, അതാണ് പ്രോസിക്യൂഷൻ്റെ വാദം, പ്രോസിക്യൂഷൻ്റെ പ്രതീക്ഷയും അത് തന്നെയാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് കരുതാം. കാരണം നിയമം സ്വാഭാവികമായും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിയമവും ശിക്ഷകളും ഉണ്ടാവേണ്ടത് കോടതിയിൽ നിന്നും. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കോടതിയിൽ ഇത് ഫ്രെയിം ചെയ്തെത്തിക്കാൻ കഴിഞ്ഞുവെന്നാണ് പ്രോസിക്യൂഷൻ്റെയും പ്രതീക്ഷ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.